بسم الله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم أجمعين أما بعد فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഖുർആൻ എന്നുള്ളത് ഒരു വലിയ പ്രപഞ്ചമാണ്. ആ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളും വലിയ അധ്യായങ്ങളും കൊണ്ട് ഖുർആൻ സമ്പന്നമാണ്. 114ഓളം അധ്യായങ്ങളുള്ള ഖുർആനിലെ 111-ാം അധ്യായമാണ് സൂറത്തുൽ മസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊഞ്ഞനം കുത്തിയ ഒരു വ്യക്തിയുടെ ദാരുണമായ അന്ത്യത്തെയാണ് ഈ സൂറത്ത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതിനിക്ക് സൂറത്ത് അബൂലഹബ് എന്ന പേരുമുണ്ട്. 5 ആയത്തുകളുള്ള ഈ സൂറത്ത് മക്കിയാണ്. ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, തങ്ങളുടെ അടുത്ത കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ ദിവസം എല്ലാവരെയും സഫാ കുന്നിലേക്ക് വിളിക്കുകയാണ്. ഖുറൈശി കുടുംബത്തിലെ എല്ലാവരെയും സഫാ കുന്നിലേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഒരു വിഷയം പറയാം. ഈ മലയുടെ പിൻഭാഗത്തിലൂടെ ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അവർ പറയുന്നു, വിശ്വസിക്കാം, കാരണം തങ്ങൾ അൽ അമീനാണ്, സത്യം മാത്രം പറയുന്ന തങ്ങളാണ്. അപ്പോൾ നബി തങ്ങൾ പറയുന്നു, എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്ന അല്ലാഹുവിനെ, നിങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്ന ബിംബങ്ങളെ ഒഴിവാക്കി ഏക ഇലാഹായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളുടെ അടുത്ത കുടുംബക്കാരനായ നബി തങ്ങളുടെ മൂത്താബയായ അബൂലഹബ് ഒരു കല്ലെടുത്തുകൊണ്ട് പറയുന്നു, തബ്ബല്ലക യാ മുഹമ്മദ്, ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിന് നാശമുണ്ടാകട്ടെ എന്ന് പറയുന്നു. ഈ സൂറത്തിൽ കുൽ എന്ന ഹർഫുകളില്ല, കാരണം ഇത് നബി തങ്ങളെ നിസാരമായ കണ്ടതുകൊണ്ട് അള്ളാഹു നേരിട്ട് ഇറക്കിയ സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബി വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന്റെ 2 കൈകൾ നശിക്കട്ടെ, അവൻ തന്നെ നശിക്കട്ടെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവനിക്ക് അവന്റെ മക്കളോ അവന്റെ സമ്പത്തോ ഉപകരിക്കൂല. അവന്റെ കുടുംബമോ അവന്റെ മക്കളോ അവന്റെ സമ്പത്തോ ഒന്നും ഉപകരിക്കൂല. ഈ 2 ആയത്തിന് ഒന്നിച്ച് തഫ്സീർ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നതായി കാണാം. അബൂലഹബും അബൂജഹലും ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷേ അബൂജഹല് ബദ്ർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, അബൂലഹബ് കൊല്ലപ്പെട്ടില്ല. കാരണം എന്താണെന്നറിയോ? അബൂലഹബ് ബദ്ർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടില്ല, കാരണം ഇതാണ്, അവന്റെ 2 കൈകൾ നശിക്കട്ടെ, അവന്റെ സമ്പത്തും കുടുംബവും ഒന്നും അവന് ഉപകരിക്കൂല. അതിന്റെ ഉത്തരം പിന്നീടാണ് നടന്നത്. എങ്ങനെയാണ്? അബൂലഹബ് ബദ്ർ യുദ്ധം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുരു അവന്റെ കയ്യിൽ വന്നു. ഒരു കുരു വന്നതിന് ശേഷം അത് വല്ലാത്ത സ്മെല്ലായി, വല്ലാത്ത നാറ്റമായി, കുടുംബക്കാർക്കോ മക്കൾക്കോ അടുത്തു പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നാറ്റം സംഭവിച്ചു. അവസാനമായി അവന്റെ വീട്ടിൽ മൊത്തം അവിടെ മണക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ കൊണ്ടുപോയി മരുഭൂമിയിൽ എരിഞ്ഞു കളയുകയാണ്. ആരെ? അബൂലഹബിനെ. മുത്തുനബി തങ്ങൾക്ക് കൊഞ്ഞനം കുത്തിയതിന്റെ കാരണം കൊണ്ട് അബൂലഹബ് മരുഭൂമിയിൽ ഇരുന്നു. മരുഭൂമിയിൽ 3 ദിവസം ഭക്ഷണം മാത്രം കൊടുക്കും, തിരിച്ചു വരും. അബൂലഹബിന്റെ രോഗം ശക്തമായി. അവസാനമായി അബൂലഹബ് മരിച്ചത്, മക്കൾ കരഞ്ഞത്, അവന്റെ മാംസങ്ങൾ നായകൾ വലിച്ചു കൊണ്ടു പോകുമ്പോഴാണ് മക്കൾക്ക് മനസ്സിലായത്. പക്ഷേ മക്കൾക്ക് ആ മയ്യത്തിന് എടുക്കാൻ സാധിക്കുന്നില്ല, കാരണം വല്ലാത്ത നാറ്റമാണ്. 2 സുഡാനികൾക്ക് കാശ് കൊടുത്ത് അതാ അയച്ചു, വാപ്പയുടെ ആ മയ്യത്തിനുണ്ട് കൊണ്ടുപോയി എവിടെങ്കിലും കൊയിച്ചു മൂടുക. ഇതാണ് നബി തങ്ങൾക്ക് കൊഞ്ഞനം കുത്തിയതിന് അല്ലാഹു കൊടുത്ത ശിക്ഷ. മാത്രമല്ല പറയുന്നത്, തീർച്ചയായിട്ടും അവൻ കത്തിയെറിയപ്പെടും. എവിടേക്ക്? കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവനെ എറിയപ്പെടും. അവൻ മാത്രമാണോ? അല്ല, വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അവന്റെ ഭാര്യയായ ഉമ്മു ജമീല, അർവയുടെ മകളായ ഉമ്മു ജമീല, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പെങ്ങളായ ഉമ്മു ജമീല എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യയും അബൂലഹബിനെയും നരകത്തിലേക്ക് എറിയപ്പെടും. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, നേരം വെളുക്കുമ്പോൾ വിറക് ചുമന്നു കൊണ്ടുപോകുന്ന വിറകിച്ച് പെണ്ണ് എന്നാണ് ഖുർആൻ അവിടെ തഫ്സീറിൽ പറയുന്നത്. തഫ്സീർ റൂഹുൽ ബയാനിലും മജ്മുഉൽ ബയാനിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്, വിറകിച്ച് പെണ്ണ് എന്നാണ്. അവൾക്ക് വിറവ് കൊണ്ടുപോകുന്ന ആ ജോലിയായിരുന്നു. നബി തങ്ങൾ ഏതെല്ലാം വഴി
വഴിയിൽ പോകുമോ ആ വഴിയിലൊക്കെ അവൾ പോകും. പോയി അവിടെ മുള്ളുകളൊക്കെ ഇടും. കാരണം നബി തങ്ങളുടെ കാലുകളിലേക്ക് അത് സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അത് മാത്രമല്ല, നബി തങ്ങളെ കുറിച്ച് വേണ്ടാത്ത വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയും. നബി തങ്ങളെ കുറിച്ച് വേണ്ടാത്ത മധുവുകളൊക്കെ പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതഉ കമാ യതഉൽ ഹരീർ. നബി തങ്ങൾക്ക് ആ മുള്ളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പട്ടുവസ്ത്രത്തിന്റെ മുകളിലേക്ക് പ്രവേശിച്ചതുപോയ ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. നബി തങ്ങൾക്ക് ഉപദ്രവിച്ചു, എന്നാൽ നബി തങ്ങൾക്ക് അത് ഒന്നും അവിടെ സംഭവിച്ചില്ല. എന്നിട്ട് പറയുന്നു, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അവളുടെ കഴുത്തിൽ ഈത്തപ്പഴ നാരുകൊണ്ട് മുടങ്ങിയ കയറുണ്ട്. അവളുടെ കഴുത്തിൽ ഈത്തപ്പഴ നാഴുകൊണ്ട് മുടങ്ങിയ കയറുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, അവളുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമുണ്ടായിരുന്നു. വല്ലാത്ത വലിയ ഒരു സ്വർണ്ണമായിരുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഈത്തപ്പഴ നാറുകൊണ്ട് മുടങ്ങിയ കയറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂ ലഹബ് തബ്ബല്ലക എന്ന് പറഞ്ഞപ്പോൾ ഈ സൂറത്ത് ഇറങ്ങിയില്ലേ, അപ്പോൾ ഒരു കല്ലെടുത്തു കൊണ്ടുപോയി ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞു പോയ പെണ്ണാണ് ആര്? ഈ ഉമ്മു ജമീല എന്ന് പറയുന്ന പെണ്ണ്. അതുകൊണ്ട് അവരുടെ കഴുത്തിൽ ഒരു കയറുണ്ട്. അത് എന്ത് സംഭവിച്ചു? ഒരു ദിവസം അവൾ ഇങ്ങനെ വിറക് കൊണ്ടുവരാൻ പോകുമ്പോൾ, വിറകൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ, ഒരു മരത്തിന്റെ താഴെ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു മോഷ്ടിക്കുന്ന ഒരു വ്യക്തി വന്ന് അവനെ കഴുത്തിന് പിടിച്ച് വലിച്ചു. പക്ഷേ അവളുടെ കഴുത്തിലേക്ക് മുറിവായി അവളും അവിടെ മരിച്ചുപോയി. രണ്ടാൾക്കും നാശമുണ്ടായി. ഇത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും കൊഞ്ഞനെ കുത്തിയാൽ അവനെ ഒരിക്കലും വിടൂല. ഈ സൂറത്ത് മൊത്തമായി ചരിത്രങ്ങൾ മാത്രമാണുള്ളത്. നബി തങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അള്ളാഹുവിന് വിഷമിക്കും. നബി തങ്ങൾ അള്ളാഹുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നബി തങ്ങളോട് പറയും പുൽ, തങ്ങൾ പറയുക. പക്ഷേ ഇതിൽ പുൽ ഇല്ല. എന്തേ കാരണം? നബി തങ്ങൾക്കാണ് അവിടെ വിഷമിച്ചത്. പുൽ ഇല്ല, നേരിട്ട് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് അള്ളാഹു ഇറക്കിയതാണ്. അതുകൊണ്ട് നബി തങ്ങളെ ആരെങ്കിലും ചെറുതായി കണ്ടാൽ അള്ളാഹു അത് പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അധികമാക്കണമെന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് ദുആ വസിയത്ത് കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.